അപ്പോൾ ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത് 1-നും 50-നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക. 4 ഓപ്ഷൻസ് ഉണ്ട്: 650, 600, 550, 500. അപ്പോൾ ഇതെങ്ങനെ കാണും എന്നുള്ളതാണ് ചോദ്യം അല്ലേ. നമുക്ക് നോക്കാം ഇതെങ്ങനെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ 2, 4, 6, 8 എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഏതുവരെയാണ്? 48 വരെയാണ് എന്തുള്ളത്? 1-നും 9-നും ഇടയിലുള്ള ഇരട്ട സംഖ്യകളുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് n × n+1 എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-നും 50-നും ഇടയിലുള്ള ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ അത് എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ടായിരിക്കും? നമുക്കറിയാമല്ലേ, 24 ഇരട്ട സംഖ്യകളാണ് ഇവിടെ ഉണ്ടാവുക, അതിനിടയിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 24+1 എന്നുള്ളത്, അപ്പോൾ 24 × 25 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? അത് നമുക്ക് ഇങ്ങനെ കാണാം, ×100/4 എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആൻസർ എത്ര വരും? 600 എന്ന് ആൻസർ വന്നു. ഇനി ഇതല്ലാതെ മറ്റൊരു രീതിയിൽ കൂടി നമുക്കിത് കാണാൻ പറ്റും. അതായത് SN എന്നുള്ളത് n/2 × A1 + AN, അതായത് ആദ്യ സംഖ്യയും അവസാന സംഖ്യയും നമുക്കറിയാം എന്നൊരിക്കെ എങ്ങനെ എഴുതാം? n/2 എന്ന് പറയുന്നത് 24/2 ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആദ്യ സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്, അവസാന സംഖ്യ 48 ആണ്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ 24/2 × 50 എന്നുള്ളത് വരും. അപ്പോൾ 12 × 50 എന്ന് വരികയാണെങ്കിൽ 600 എന്ന് ആൻസർ വരും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം.